പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാകും. ആ കുറ്റബോധം മാറ്റാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ട്രിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമ്മളെ മക്കള് എത്ര തന്നെ കരയണ മക്കളായാലും ശരി, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടവരായാലും ശരി, എത്ര പ്രിയപ്പെട്ട മക്കളായാലും ശരി. ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല 2025 നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ കൂടിയാണ് ഇത്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളെക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് നല്ല മുട്ടൻ പണി തരാറുണ്ട്. അതെന്താണെന്നല്ലേ, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ നല്ലപോലെ വാശി പിടിച്ച് കരയാറുണ്ട്. ആ വാശി പിടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പൊതുവെ എല്ലാ പേരൻസും ചെയ്യുന്ന വളരെ തെറ്റായിട്ടില്ല, എന്നാൽ പേരൻസിന് മാത്രം ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മക്കളുടെ വാശിക്ക് വേണ്ടിയിട്ട് അവരെന്തിനാണോ വാശി പിടിക്കണമെന്ന് വെച്ചാൽ ആ ഒരു കാര്യം പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അവർ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യത്തിലായിരിക്കും ആദ്യം വാശി പിടിച്ചിട്ടുണ്ടാവുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വയസ്സായ ഒരു കുട്ടിക്ക് വാശി ചിലപ്പോൾ പാല് കുടിക്കാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സിന് വേണ്ടിയിട്ടായിരിക്കും, ചെറിയ വല്ല ടോയ്സ് ആയിരിക്കും. പക്ഷേ 2 വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു മിഠായി ആയിരിക്കും വേണ്ടിയിരിക്കുക. നമ്മളപ്പം വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മിഠായിക്ക് വലിയ വിലയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഒരു ടോയ് അവൻ്റെ കയ്യിലുള്ളതാണ്, അല്ലെങ്കിൽ അവളുടെ കയ്യിലുള്ളതാണ്, അവൻ കളിക്കുന്നതാണ്, അല്ലെങ്കിൽ അവൾ കളിക്കുന്നതാണ് എന്ന് വിചാരിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പാല്, അമ്മമാരുടെ പാലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആ ഒരു പാല് ആ കുട്ടിക്ക് വിശക്കുന്നുണ്ട്, കൊടുക്കാം. കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോഴൊക്കെ ഈ കുട്ടിക്ക് പാല് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ്, ആ കുട്ടിയെ ഒരു അനുസരണക്കേടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കുട്ടി എപ്പോൾ കരഞ്ഞാലും നമ്മൾ പാല് കൊടുക്കുക, എപ്പോൾ കരഞ്ഞാലും നമ്മൾ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുക. ഈ ചെറിയ ചെറിയ സാധിപ്പിച്ചു കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഈ വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ എന്തും അവർ നമുക്ക് തരും എന്നുള്ള ഒരു തെറ്റായ മെസ്സേജാണ് നമ്മൾ എല്ലാ പേരൻസും നമ്മുടെ മക്കൾക്ക്, അതായത് നമ്മുടെ അടുത്ത ജനറേഷന് പാസ് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് ആ ഒരു പാസിങ് നമ്മുടെ അവിടെ കട്ട് ചെയ്യുക. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. മാത്രമല്ല ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു ഉദാഹരണം എടുത്തിട്ട് പറയാം. നമ്മുടെ മക്കൾ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ആദ്യത്തെ കുട്ടി, ഇനിയിപ്പോൾ ആദ്യത്തെ ആയാലും രണ്ടാമത്തെ ആയാലും മൂന്നാമത്തെ ആയാലും നിങ്ങൾക്ക് 8, 10, 12 ഒക്കെ മക്കളുണ്ടായിക്കോട്ടെ. ഏത് മക്കളും ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ വല്ലാണ്ട് ഇഷ്ടമായിരിക്കും. മറ്റൊരാൾക്ക് എടുക്കാൻ കൊടുക്കുന്നതോ, അതല്ലെങ്കിൽ മറ്റൊരാൾ ആ കുട്ടിയെ കുളിപ്പിക്കുന്നതോ, ഭക്ഷണം കഴിപ്പിച്ചു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതോ, ഡ്രസ്സ് ഇടിപ്പിക്കണോ ഒന്നും തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ്, അവരുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം ചെയ്തിട്ട് നമ്മൾ അവരുടെ സെൽഫിഷ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവരെന്തിനെങ്കിലും കരയുമ്പോൾ, ഇപ്പോൾ പാല് കുടിക്കാൻ, ചെറിയ കുട്ടികൾ പാല് കുടിക്കാൻ കരയും, അത് കഴിഞ്ഞ് അവർ ടോയ്സിന് കരയും, പിന്നെ മിഠായിക്ക് കരയും, പിന്നെ ഓരോരോ സാധനങ്ങൾക്ക് അങ്ങനെ പോകുന്നു. ചെറിയ കുട്ടികളിൽ തന്നെ ഈ ഫോൺ അഡിക്റ്റ് ആയിട്ട്, നല്ലപോലെ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഫോൺ എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഒന്നും കാണുന്നുണ്ടല്ല, പക്ഷെ ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് വെറുതെ ആ ഒരു സ്ക്രീനിലേക്ക് വെറുതെ നോക്കിയിരിക്കുക, വെറുതെ ഒരു വാൾപേപ്പർ മാത്രം നോക്കിയിരിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്, ഒന്നും വേണ്ട നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ ഒരൊറ്റ അതായത് ഈ ഒരു സ്ക്രീന് മാത്രമേ കാണുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, കുട്ടി സ്ക്രീന് മാത്രമേ കാണുന്നുള്ളൂ. എന്താ ഈ സ്ക്രീന് മാത്രം കാണുന്ന അത്ര നല്ല കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? കുട്ടികൾ നന്നായിട്ട് വാശി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ ഒരു കൃത്യമായ സാധനം നമ്മൾ അവർക്ക് പെട്ടെന്ന് കൊടുക്കുമ്പോൾ അവര് എന്താണ്, അവരുടെ തോട്ട് എന്താണ്, ഞാൻ വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സാധനം, ഞാൻ എന്തിനാണോ വാശി പിടിക്കുന്നത് അതെനിക്ക് കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് കുട്ടിക്ക് പോകും. നേരെ മറിച്ച് നമ്മൾ അത് കൊടുക്കാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഭക്ഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്, ആവശ്യമുള്ള സമയത്ത് മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. മറ്റു സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ട പഠന സാധനങ്ങൾ, അതേപോലെ അത്യാവശ്യം വേണ്ട ചെറിയ മുതൽ മുടക്കിലുള്ള എന്തെങ്കിലും ടോയ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ വലിയ വില കൊടുത്തിട്ട്, ഒരുപാട് വില കൊടുത്തിട്ട്, ഏറ്റവും നന്നായിട്ട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമ്മാനമാണ് എൻ്റെ മകന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, കുട്ടികളെ അവരെ അധ്വാനശീലം ഇല്ലാത്തവരാക്കി മാറ്റാനും, അതുപോലെ തന്നെ മടിയന്മാരാക്കിയിട്ട് അവരെ ഈ പറഞ്ഞ വാശി പിടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ അടുത്ത ജനറേഷനെ വെറുതെ എന്തിനാണ് വാർത്തെടുക്കുന്നത്?
നമ്മൾ ചിന്തിക്കുക നമുക്ക് കിട്ടാത്തത് നമ്മളെ മക്കൾക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവർ വാശി പിടിക്കുമ്പോഴത്തേനും നമ്മളത് പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുന്നത് വളരെ തെറ്റാണ്. ഒരു ചെറിയ കുട്ടി കരയുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഇപ്പോൾ മിഠായി വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത അവരിങ്ങനെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വേറെ ആയിരിക്കും. പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുക. കയ്യിലുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം. ഇപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. കുട്ടി നന്നായിട്ട് കരയാണ്, അല്ലെങ്കിൽ കരയാന്ന് വെച്ചാൽ ചില കുട്ടികൾക്കുള്ള ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ എൻ്റെ മക്കളിൽ തന്നെ ഉണ്ട് അങ്ങനെ. വെറുതെ വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്തിനാണ് കരയണത് എന്ന്, നമുക്കും അറിയില്ല എന്തിനാ കരയണത് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് സാധാരണ നമ്മൾ മധുരമുള്ളത് എന്തെങ്കിലും കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ കളിക്കാൻ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ അതൊന്ന് മാറ്റിയൊന്ന് ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ദസ്വി മാല നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇങ്ങനെ ഒരു മാല ഉണ്ടാവും, ദിക്ർ ചെല്ലണതോ എന്തെങ്കിലും ഒരു മാല ഉണ്ടാവൂലേ, ആ മാല ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുക. അപ്പോൾ അവർ ഇതെന്താപ്പോൾ ഇത് ഇങ്ങനെ തിരിയണമെന്ന് നോക്കും. ഇനി അതും അല്ലാന്നുണ്ടെച്ചാൽ നമ്മൾ വീട്ടിലുള്ളവർ സ്വയം ഇരുന്നിട്ട്, അതായത് ഇപ്പോൾ ഉമ്മയും അതായത് കുട്ടിയുടെ അമ്മയും ഇനിയിപ്പോൾ വീട്ടിൽ വേറെ ആരാണുള്ളത് വെച്ചാൽ അവരും തമ്മിലും വെറുതെ അങ്ങനെയാണില്ലേ എങ്ങനെയാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിക്കുക, കൈ കൊട്ടുക. ഇനി ഒന്നും ഇല്ലാന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാരാണ് അല്ലേ, പാട്ട് പാടിയിരുന്ന ആൾക്കാരാണ്. പക്ഷെ കുറച്ച് വലുതായപ്പോൾ ഒരു 10-12 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ വക സാധനങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത സംഭവങ്ങളാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭകളെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ വെറുതെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊട്ടുക, എന്നിട്ട് കൊട്ടിയിട്ട് ഇവരുടെ ശ്രദ്ധ മാറ്റുക. ഇവരെന്തിനാണ് കരയുന്നത് എന്ന് ഇവർക്ക് അറിയില്ല, നമുക്കും അറിയില്ല അവരെന്തിനാണ് ചിലപ്പോൾ കരയണത് എന്ന്. അപ്പോൾ അതിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റുക. വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലാത്ത സമയത്ത് ഒരിക്കലും മക്കൾക്ക് ഭക്ഷണം നിങ്ങൾ കൊടുക്കരുത്. കാരണം ഓരോ മനുഷ്യനും ഒരു അളവുണ്ട്. നമുക്ക് അറിയാം ഒരു ചാണ് വയറേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഇത് നമ്മുടെ വയറാണ്, അതായത് ഈ ഒരു കൈയിൻ്റെ അത്ര വലിപ്പമുള്ള വയറ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുടെ കൈ നോക്കുക, അവരുടെ കൈ എത്ര വലിപ്പമുണ്ടെന്നുള്ളത്, അത്ര വയറേ അവർക്കുള്ളൂ. അപ്പോൾ അതിലൊതുങ്ങണ ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അത് നല്ല ഭക്ഷണങ്ങൾ, നല്ല പ്രോട്ടീനുള്ള കാര്യങ്ങൾ, പ്രോട്ടീനും ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക, വേണ്ടാന്നല്ല പറയണത്, അവർക്ക് കൊടുക്കുക. ബാക്കിയുള്ള സമയം അവരെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാശികൾ അല്ലെങ്കിൽ വാശി പിടിച്ച് കരയുക, പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ നല്ല പോലെ അടിക്കും. കാരണം എന്ത് പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികളെ നമ്മൾ നല്ല പോലെ അടിച്ചു കഴിഞ്ഞാലും അവർ കുറേ പിന്നെ കരയും, പിന്നെ തളർന്നിരിക്കും, പിന്നെ നമുക്കതൊരു കുറ്റബോധമായി മാറും. ഞാനങ്ങനെ തല്ലിയലോ അടിച്ചലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാകും. ആ കുറ്റബോധം മാറ്റാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ട്രിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമ്മളെ മക്കള് എത്ര തന്നെ കരയണ മക്കളായാലും ശരി, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടവരായാലും ശരി, എത്ര പ്രിയപ്പെട്ട മക്കളായാലും ശരി, നമ്മളെ മൂത്ത കുട്ടിയാലും ശരി, ചെറിയ കുട്ടിയാലും ശരി, ഇടത്തരമുള്ള ഏത് കുട്ടിയാലും, നമ്മുടെ മാത്രമല്ല ആരുടെ കുട്ടികളായാലും തന്നെ, അവർ എന്തിനാണോ വാശി പിടിക്കുന്നത് ആ വാശി പിടിക്കുന്ന സാധനം പെട്ടെന്ന് അവർക്ക് നടത്തി കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെയുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്, നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വിരുന്ന് പോകുന്ന വീട്ടിലേക്കോ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ പേരൻസ്, അതായത് വാപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ ജോലി കഴിഞ്ഞിട്ട് വരിക. അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ കുട്ടികളുള്ള വീട്ടിലേക്കാണ് അവർ കയറി വരുന്നതെങ്കിലും എന്തെങ്കിലും ഒരു പൊതി ഉണ്ടാവും, എന്തെങ്കിലും ഒരു പാക്കറ്റോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു മുട്ടായിയെങ്കിലും കയ്യിലുണ്ടാവും. ആ മുട്ടായി ഇവർ ഡോറാണ് തുറന്നിരിക്കും, ഈ മുട്ടായിയാണ് കയ്യിൽ കൊടുക്കും. കുട്ടികൾ വേഗം ആ മുട്ടായി വാങ്ങിയിട്ട് ഒറ്റ ഓട്ടം ഓടും. നമ്മളെന്താ പറയാം, ആ കുട്ടികൾക്ക് സന്തോഷമായി കണ്ട അവർ ഓടുന്നത്. പക്ഷേ ആ കുട്ടികൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമല്ല, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ മിഠായി മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ആ മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം പാസിങ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മിഠായി കൊണ്ടുവരണ്ടെന്നല്ല, എന്ത് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അവർക്ക് കൊടുക്കാതിരിക്കുക, അവരുടെ മുമ്പിൽ വെക്കുക. കുറച്ച് സമയം പൊതിയൊന്നും അയക്കാതെ നമ്മൾ ആ പാക്കറ്റൊന്നും തുറക്കാതെ അത് അതുപോലെ നിൽക്കുക. അപ്പോൾ അവർക്ക് ക്ഷമിക്കാനുള്ള, അല്ലെങ്കിൽ അത് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ആ ഒരു വിൽ പവർ അവരുടെ മനസ്സിലേക്ക് വരും. നേരെ മറിച്ച് നമ്മളോട് വരിക, പൊതിയും തുറക്കുക, അതിന് കൊടുക്കുക, അവർ കലാപിലാച്ചിട്ട് കുറേ തിന്നും, കുറേ കളയും, കുറേ കുടിക്കും, കുറേ എടുത്ത് എറിയും, ഇതൊക്കെ ചെയ്യും. നേരെ മറിച്ച് കുറച്ച് സമയം അത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് കൊടുത്തുകണിച്ചാൽ
കുട്ടികളിൽ ഒരു അറ്റൻഷൻ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, ഇനി കുറച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന്. അതേപോലെ തന്നെ നമ്മൾ വാരിക്കോരി കൊടുക്കരുത്, കുറച്ച് കൊടുക്കുക, എല്ലാവർക്കും എത്തിക്കുക. എന്നിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാണ്ട് ഉള്ളതിനെ ഇങ്ങോട്ട് കുറേ ഭാഗമാക്കിയിട്ട് ഒരുക്കുകയല്ല ചെയ്യേണ്ടത്. ഉള്ളതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കൂടുതൽ പറയാൻ നിൽക്കണില്ല. എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. താങ്ക്